എപ്പോഴോ വായിച്ച ഒരു കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു സന്യാസി പമ്പാ നദിയിൽ നിന്നും സ്നാനം സ്വീകരിച്ച് കയറി വരവേ എതിരെ വന്ന ഒരു കുസൃതിക്കുട്ടി അദ്ദേഹത്തിന് മുഖത്ത് തുപ്പി. ഒന്നും പറയാതെ ആ സന്യാസി തിരിച്ചു നടന്ന് പമ്പാ നദിയിൽ പോയി സ്നാനം സ്വീകരിച്ചു. കയറി വരവേ കുട്ടി വീണ്ടും അതുതന്നെ ആവർത്തിച്ചു. സന്യാസി വീണ്ടും ഒന്നും പറയാതെ തിരിച്ചു നടന്ന് പമ്പാ നദിയിൽ നിന്നും സ്നാനം ചെയ്തു. പലതവണ ഇത് ആവർത്തിച്ചിട്ടും സന്യാസി എന്തേ പ്രതികരിച്ചില്ല എന്നുള്ളത് കുട്ടിയെ ഏറെ അത്ഭുതപ്പെടുത്തി. കൗതുകത്തോടെ അവൻ സന്യാസിയോട് ചോദിച്ചു, ഞാൻ ഇത്രയേറെ തവണ അങ്ങയുടെ മുഖത്ത് തുപ്പിയിട്ടും എന്തുകൊണ്ടാണ് അങ്ങ് ഒന്നും പറയാതെ പമ്പാ നദിയിൽ പോയി സ്നാനം ചെയ്തത്? സന്യാസി ചെറുപുഞ്ചിരിയോടുകൂടെ മറുപടി പറഞ്ഞു, പമ്പാ നദിയിൽ സ്നാനം ചെയ്യുന്നത് പാപമോക്ഷം ലഭിക്കാനാണ്. ഞാൻ ഓരോ തവണ ഈ നദിയിൽ മുങ്ങുമ്പോഴും ഞാൻ മോക്ഷത്തോട് കൂടുതൽ അടുക്കുകയായിരുന്നു. കുഞ്ഞെ, പിന്നെ ഞാൻ എന്തിന് നിന്നോട് കോപിക്കണം? മോക്ഷത്തോട് അടുപ്പിക്കുന്നവയെ ജാഗ്രതയോടെ തിരിച്ചറിയുന്നവന് മാത്രമേ അകാരണമായ അന്യായമായ സഹനങ്ങളിൽ നിശബ്ദരാകാനും ക്ഷമിക്കാനും എല്ലാറ്റിലുമുപരി വീരോചിതമായി സ്നേഹിക്കാനും സാധിക്കുകയുള്ളൂ. ഈ തിരിച്ചറിവോടുകൂടെ ശത്രുസ്നേഹത്തിന് ഉത്തമമായ മാതൃക നൽകിയവനാണ് വിശുദ്ധ ചാവറ പിതാവ്. ഇതിനുള്ള നിരവധി ഉദാഹരണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. ഏറെ നാളത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനുമൊടുവിൽ മാന്നാനം കുന്നിൽ ആദ്യമായി ഒരാശ്രമം പണിയുമ്പോൾ അതിനെതിരെ നിന്ന കുടുംബത്തെ സഹായിക്കാനും എന്തിനേറെ തൻ്റെ മരണനേരത്ത് പോലും ആ കുടുംബത്തിന് ആവശ്യമായതൊക്കെയും ചെയ്തു കൊടുക്കണമെന്ന ആശ്രമാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന ചാവറ പിതാവിൻ്റെ സ്നേഹം വീരോചിതമായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. മറ്റൊരു ഉദാഹരണം എടുത്താൽ, അക്കാലഘട്ടത്ത് കേരള സഭയിലാകെ ഏറെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച, ഒട്ടേറെ വിവാദങ്ങൾക്കും ഭിന്നിപ്പിനും കാരണക്കാരായ ശീഷ്മ മെത്രാനായ റോക്കോസ് മെത്രാനെയും അതുപോലെ തന്നെ ആന്റണി തൊണ്ടനാട്ടച്ചനെയും ഏറെ സ്നേഹിക്കുന്നതിൽ ചാവറ പിതാവ് ശ്രദ്ധിച്ചിരുന്നു. ചാവറ പിതാവ് റോക്കോസിനെതിരെ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോഴും പാപിയെ വെറുക്കാതെ പാപത്തെ തിരുത്താനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് തുടർന്നുള്ള അവരോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഈ റോക്കോസ് മെത്രാൻ മഹറോൻ ശിക്ഷ ലഭിച്ച് ബാബേലിലേക്ക് തിരിച്ചു പോകാൻ കഴിയാതെ നിസ്സഹായനായി നിന്ന അവസരത്തിൽ അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് വിശുദ്ധ ചാവറ പിതാവാണ്. അതുപോലെ ബാബേലിൽ നിന്നും മെത്രാനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ബാബേലിലേക്ക് തിരിച്ച തൊണ്ടനാട്ടച്ചൻ അബദീശോ എന്ന പേരിൽ മെത്രാനായി കേരളത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ നല്ലവണ്ണം അറിയാവുന്ന സുറിയാനി കത്തോലിക്കർ അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. അങ്ങനെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് മലമ്പനി ബാധിച്ച് എല്ലാവരാലും തിരസ്കൃതനായ അദ്ദേഹത്തെ മാന്നാനം കൊവേന്തയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകളൊക്കെയും ചെയ്തു കൊടുത്തതും വിശുദ്ധ ചാവറ പിതാവാണ്. മോക്ഷത്തെക്കുറിച്ചുള്ള ചിന്തയാണ്, മോക്ഷത്തോട് അടുപ്പിക്കുന്നവയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് അകാരണമായ സഹനങ്ങൾക്ക് മുൻപിൽ നിശബ്ദനാകാനും ആ സഹനത്തിന് കാരണമായവരെ വിധിക്കാതെ സ്നേഹിക്കാനും ചാവറ പിതാവിന് കരുത്തു നൽകിയത്. പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതത്തിൽ മോക്ഷത്തോടടുപ്പിക്കുന്ന എത്രയോ അനുഭവങ്ങൾ ഈശോ നമുക്കും തരുന്നുണ്ട്. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന ഈശോയുടെ വചനത്തിന് പ്രത്യുത്തരം നൽകുവാൻ വിശുദ്ധ ചാവറ പിതാവിൻ്റെ ജീവിതം നമുക്കും പ്രചോദനമാകട്ടെ. ആമേൻ.